Hello dears, welcome to Carmeli Kasaragod. We are here with a new video, Standard 3 EVS, Green Earth, ഹരിതഭൂമി. 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഹരിതഭൂമി എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങൾ വരച്ച് അടയാളപ്പെടുത്തുക. Draw and mark the parts of a plant. There are 3 main parts for a plant. Which are they? Yes, root, the stem and the leaf. Root, stem and the leaf are the main 3 plant parts. വേര്, തണ്ട്, ഇല എന്നിവയാണ് ഒരു സസ്യത്തിലെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. അതുകൂടാതെ എന്തൊക്കെയുണ്ട്? സീഡ്സ്, വിത്തുണ്ട് അല്ലേ, കായ, പഴം, ഫ്രൂട്ടുണ്ട്, ഫ്ലവർ ഉണ്ട് അല്ലേ. പക്ഷെ മെയിൻ 3 പ്ലാന്റ് പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഓക്കെ, ചെടികൾക്ക് വേര്, തണ്ട്, ഇല എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. പൂവിടുന്ന ചെടികളാണെങ്കിൽ തണ്ടിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റം സംഭവിച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. പായലുകളിലും ബ്രയോഫൈറ്റുകളിലും സസ്യശരീരം വേരുകൾ, തണ്ട്, ഇലകൾ എന്നിങ്ങനെ വേർതിരിക്കപ്പെടുന്നില്ല. പന്നലുകൾ, ജിംനോസ്പേമുകൾ എന്നിവയിൽ വേരും തണ്ടും ഇലകളും ഉണ്ടെങ്കിലും പൂക്കളില്ല. ജിംനോസ്പേമുകളിൽ എന്തില്ല? പൂക്കളില്ല. ഇനി പായലുകളിലും ബ്രയോഫൈറ്റുകളിലും ഈ സസ്യശരീരം നമുക്ക് വേർതിരിച്ച് വേര്, തണ്ട്, ഇല എന്ന് പറയാൻ പറ്റില്ല. Plants have 3 parts: root, stem and leaf. In flowering plants, certain parts of the stem undergo metamorphosis to produce flowers. ഈ സ്റ്റം ആണ് എന്തായി മാറുന്നത്? ഫ്ലവർ ആയിട്ട് മാറുന്നത്. ഇത് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കേസാണ്. ഇൻ മോസസ് ആൻഡ് ബ്രയോഫൈറ്റ്സ്, മോസസ് എന്ന് പറഞ്ഞാൽ പായൽ, ആൻഡ് ബ്രയോഫൈറ്റ്സ്, the plant body is not differentiated into roots, stems and leaves. Pannels and gymnosperms, leaves have roots, stems and leaves, but no flowers. നമുക്ക് ചുറ്റുള്ള സസ്യങ്ങളെല്ലാം ഒരുപോലെയാണോ? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? Are all plants around us similar? What are the differences? The differences are in size. വലിപ്പത്തിൽ വ്യത്യാസമുണ്ടല്ലേ. Small plants are there, medium sized plants are there, big plants are there. Then stiffness of stem, തണ്ടിൻ്റെ കാഠിന്യം അല്ലേ. ചിലത് വളരെ സോഫ്റ്റാണ്, ചിലത് ഹാർഡാണ്, ചിലത് വെരി ഹാർഡാണ്. ഇനി ലൈഫ് സ്പാൻ ആവട്ടെ, ആയുസ്, ചിലത് മാസങ്ങൾ ജീവിക്കുന്നതാണ്, ചിലത് വർഷങ്ങൾ ജീവിക്കും, ചിലത് ഒരുപാട് വർഷങ്ങൾ ജീവിക്കും, മെനി ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് ചുറ്റുമുള്ള വിവിധ തരം സസ്യങ്ങളെ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് ചോദ്യം. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഒബ്സർവിങ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻഡ് അറൗണ്ട് ദ സ്കൂൾ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്? പ്ലാന്റ്, സ്റ്റം, സൈസ്, ലൈഫ് സ്പാൻ. സ്റ്റം തന്നെ മൃദുവായത് സോഫ്റ്റ്, കാഠിന്യമുള്ളത് ഹാർഡ്, വളരെ കാഠിന്യമുള്ളത് വെരി ഹാർഡ്. സൈസ് ആവട്ടെ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്, ചെറുത്, ഇടത്തരം, വലുത്. ഇനി ലൈഫ് സ്പാൻ ആവട്ടെ മാസങ്ങൾ, വർഷങ്ങൾ, വളരെയധികം വർഷങ്ങൾ, മന്ത്സ്, ഇയേഴ്സ്, ടു മെനി ഇയേഴ്സ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സ്പിനാച്ച്, ചീരയല്ലേ, ചീര കൂട്ടുകാർക്കറിയാം. ചീരേൻ്റെ തണ്ട് എങ്ങനെയാണ്, അല്ല ചീരയുടെ സൈസ് എങ്ങനെയാണ്? ഇറ്റ്സ് വെരി സ്മോൾ അല്ലേ, സ്മോൾ സൈസാണ്. പിന്നെ തണ്ടോ മൃദുവായതാണ് അല്ലേ. പിന്നെയോ ആകെ മാസങ്ങൾ, മന്ത്സ് മാത്രമേ അതിന് ലൈഫ് സ്പാൻ ഉള്ളൂ, ആയുസുള്ളൂ. ഇനി ചെമ്പരത്തി ആവട്ടെ, ചെമ്പരത്തി ഈസ് സംവാട്ട് ഹാർഡ്, സ്റ്റിഫ്നെസ് ഓഫ് സ്റ്റം ഹാർഡാണ്. പിന്നെ മീഡിയം സൈസ്ഡ് ആണ്, അതുപോലെ ചെമ്പരത്തി വർഷങ്ങൾ നിലനിൽക്കും. ഇനി മാംഗോ ട്രീ ആവട്ടെ, മാംഗോ ട്രീ നമുക്കറിയാം അല്ലേ, അതിൻ്റെ സ്റ്റിഫ്നെസ് ഓഫ് സ്റ്റം എന്ന് പറയുന്നത് വെരി ഹാർഡാണ്, അതുപോലെ സൈസ് ലാർജാണ്, അതുപോലെ ടു മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ നമുക്ക് മാവ് നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഹെർബ്സ്. നൗ we are classifying plants based on their size, stiffness of stem and life span. ഓക്കെ, ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? ഔഷധികൾ. കണ്ടില്ലേ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ചീര അല്ലേ. ചീര, അതിൻ്റെ പ്രത്യേകത എന്താണ്? വെരി വീക്ക് ആൻഡ് തിൻ സ്റ്റെംസ്, വളരെ ദുർബലവും നേർത്തതുമായ കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട്, സ്റ്റം,
നോ ഡീപ്പ് റൂട്ട്സ്, ആഴത്തിൽ വേരോട്ടമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, വളരെ കുറഞ്ഞതും മാസങ്ങൾ മാത്രം നീണ്ടതുമായ ആയുസ്. സ്മോൾ ഇൻ സൈസ്, വലിപ്പത്തിൽ വളരെ ചെറുതാണ് അല്ലേ, ചീരയുടെ പ്രത്യേകത. അതാണ് ഹേർബ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഹേർബ്സ് കൂട്ടത്തിൽ വരുന്നതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? സ്മോൾ ഇൻ സൈസ് ആയിരിക്കും, അതുപോലെ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, പിന്നെയോ തിക്നെസ് ഓഫ് സ്റ്റം അല്ലേ, സ്റ്റിഫ്നെസ് ഓഫ് സ്റ്റം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും ആൻഡ് വെരി വീക്ക്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഷ്രബ്സ്, കുറ്റിച്ചെടികൾ. നോക്കിക്കേ, ഇവിടെ കാണുന്നത് എന്താണ്? ചെമ്പരത്തി അല്ലേ. ചെമ്പരത്തിയുടെ പ്രത്യേകത എന്താ? അത്യാവശ്യം ഹാർഡാണ്, വളരെ ഹാർഡ് അല്ലെങ്കിലും എന്താണ്, കാഠിന്യമുള്ള തണ്ടാണ് ചെമ്പരത്തിക്കുള്ളത്, സ്റ്റിഫ് സ്റ്റംസ്. പിന്നെ മീഡിയം സൈസ്, അത്ര ചെറുതൊന്നുമല്ല, ഒരു ഇടത്തരം വലിപ്പമാണ്. ലൈഫ് സ്പാൻ ഈസ് 2 to 15 years. ഷ്രബ്സ് ഏകദേശം 2 മുതൽ 15 വർഷം വരെ നീണ്ട ആയുസ്സുണ്ട്. സ്റ്റെം ഈസ് നോട്ട് വെരി തിക്ക് ആൻഡ് സ്ട്രോങ്, തണ്ട് വളരെ വലിപ്പത്തിലോ കനത്തിലോ വളരുന്നില്ല, എന്നാലും എന്താണ്, അത്യാവശ്യം കാഠിന്യമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കുറ്റിച്ചെടികളെന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ട്രീസ്, മരങ്ങൾ? യെസ്, മരങ്ങളുടെ പ്രത്യേകത എന്താ? വെരി തിക്ക് സ്റ്റം, വളരെ കാഠിന്യമുള്ള തണ്ടാണ്. വെരി ലാർജ് അല്ലേ, വളരെ വലിപ്പം കൂടിയത്. ലോങ് ലൈഫ് സ്പാൻ, വളരെയധികം വർഷങ്ങൾ നീണ്ട ആയുസ്. പിന്നെ ഡീപ്പ് റൂട്ട്സ് ആണ്, ആഴത്തിലുള്ള വേരോട്ടം ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹേർബ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? തുമ്പ, മഷിത്തണ്ട്, വാഴ, ചീര, പയറ്, തക്കാളി, ഇതൊക്കെ എന്താണ്? ഔഷധികൾക്ക് ഉദാഹരണമാണ്, ഹേർബ്സിന് എക്സാമ്പിളാണ്. ഇനി ഷ്രബ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഹിബിസ്കസ്, ചെമ്പരത്തി, റോസ്, ഇക്സോറ എന്ന് പറഞ്ഞാൽ ചെത്തിയാട്ടോ കൂട്ടുകാരെ, ചെത്തിപ്പൂ ഉണ്ടല്ലോ, ജാസ്മിൻ, പിന്നെ നമ്പ്യാർ വട്ടം, ബോഗൻവില്ല, ഇതൊക്കെ എന്താണ്? ഷ്രബ്സ്, കുറ്റിച്ചെടികൾക്ക് ഉദാഹരണമാണ്. ഇനി ട്രീസോ? മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ബനിയൻ ട്രീ, ടീക്ക്, റബ്ബർ, മഹാഗണി, എല്ലാ മരങ്ങളും അല്ലേ ട്രീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. നോക്കിക്കേ, ഇനി അടുത്ത വിഭാഗമാണ് കൂട്ടുകാരെ നിങ്ങൾ ഈ കാണുന്ന വള്ളിച്ചെടികൾ, വൈൻ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയും. വൈൻ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? വള്ളിച്ചെടികൾ, ആ പേരിൽ തന്നെയുണ്ട്, വള്ളികളായി പടരുന്നു. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. നിവർന്നു നിൽക്കാൻ കഴിയില്ല. കനോട്ട് സ്റ്റാൻഡ് എലോൺ. തണ്ടിന് ബലം തീരെ കുറവായിരിക്കും. ദെയർ സ്റ്റം ഈസ് വീക്ക്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ദേ കനോട്ട് സ്റ്റാൻഡ് ഇറക്റ്റ്. അതിനൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും സസ്യത്തിൻ്റെ തണ്ടിനെ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്നു. സം ഓഫ് ദെം ക്ലൈംബ് ഓൺ സപ്പോർട്ട്സ്. അപ്പോൾ വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 types. ഓക്കെ, വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 types. Those that spread and grow along the ground. അതായത് വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്ത് പടർന്ന് വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. അപ്പോൾ 2 തരത്തിൽ വൈൻ പ്ലാന്റ്സ് ഉണ്ട് കൂട്ടുകാരെ. ഏതൊക്കെയാണ്? ദോസ് ദാറ്റ് സ്പ്രെഡ് അലോങ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ കൂടെ പടർന്നു വളരുന്നതും നിലത്ത് പടർന്ന് വളരുന്നതും. പിന്നെയോ ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ്, മുകളിലേക്ക് വളരുന്നത്. ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിങ് ഓൺ ടു എ ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. ഒരു താങ്ങിലേക്ക് പറ്റിപ്പിടിച്ചോ ചുറ്റിപ്പിടിച്ചോ പടർന്ന് മുകളിലേക്ക് വളരുന്ന, അതാണ് മറ്റൊരു ടൈപ്പ്. ഓക്കെ, വൈൻ പ്ലാന്റ്സ്. അപ്പോൾ താഴെ വളരുന്നതിനൊരു ഉദാഹരണമാണ് പംകിൻ അല്ലേ, പംകിൻ എന്ന് പറയുന്ന. പിന്നെ അതുപോലെ വാട്ടർമെലൺ, ഇതൊക്കെ താഴെ വളരുന്നവയാണ്. പിന്നെ ഇനി മുകളിലേക്ക് വളരുന്നത് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ്, അതിന് ഉദാഹരണമാണ് ഏത്? ഗ്രേപ്സ്, ബിറ്റർ ഗാർഡ്, ആഷ് ഗാർഡ്, ഇവി ഗാർഡ്, ഇതൊക്കെ എന്താണ് അല്ലേ? കോവയ്ക്ക, പാവല്, പടവലം, മുന്തിരി അല്ലേ, അതൊക്കെ എന്താണ്? മുകളിലേക്ക് വളരുന്നവയ്ക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ജലസസ്യങ്ങൾ. വാട്ടർ പ്ലാന്റ്സ്.
യു ക്യാൻ സീ ദ പിക്ചേഴ്സ് ഹിയർ. സി ദ താമര, വാട്ടർ ലില്ലി ഒരുപാടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണിത്. ഉദാഹരണത്തിന് അസോള, ആഫ്രിക്കൻ പായൽ, ആമ്പൽ, കരിമ്പായൽ, കുളവാഴ, താമര. ഇതൊക്കെ എന്തിനുദാഹരണമാണ് കൂട്ടുകാരെ? ജലസസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ കോൾഡ് വാട്ടർ പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ അസോള, ആഫ്രിക്കൻ മോസ്, ആംബർ, ബ്ലാക്ക് മോസ്, വാട്ടർ ഹയാസിൻത്, ലോട്ടസ്, താമര. വിത്തിനുള്ളിലെ ജീവൻ. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ. വിത്തിനുള്ളിലെ ജീവൻ, ലൈഫ് വിത്തിൻ ദ സീഡ്. ഹൗ എ പ്ലാന്റ് ഗ്രോസ് ഫ്രം എ സീഡ്. ഹൗ എ പ്ലാന്റ് ഗ്രോസ് ഫ്രം എ സീഡ്. നോക്കിക്കേ ചിത്രം. സി. അടുത്തതൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ് നോട്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ: മെറ്റീരിയൽസ് റിക്വയർഡ്, ഗ്ലാസ് ടംബ്ലർ, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ. ഗ്ലാസ് ടംബ്ലർ, പയർവിത്ത്, പഞ്ഞി, വെള്ളം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി എക്സ്പെരിമെൻ്റ് മെത്തേഡ്: പ്ലേസ് എ ഗ്ലാസ് ടംബ്ലർ ഫുൾ ഓഫ് വെറ്റ് കോട്ടൺ, പീ സീഡ്സ് ബിറ്റ്വീൻ കോട്ടൺ ആൻഡ് ഗ്ലാസ്, പുട്ട് ലൈറ്റ്ലി മോയ്സ്റ്റൻ ദ കോട്ടൺ പാഡ് ഡെയിലി. എന്താ ചെയ്യേണ്ടത്? ഗ്ലാസ് ടംബ്ലർ നിറയെ നനഞ്ഞ പഞ്ഞി വെക്കുക. പഞ്ഞിക്കും ഗ്ലാസ്സിനും ഇടയിലായിട്ട് പയർവിത്തുകൾ വയ്ക്കുക. ദിവസവും പഞ്ഞി ചെറുതായിട്ട് നനയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ഒബ്സർവേഷൻ കാണാൻ പറ്റും? ആഫ്റ്റർ 2 days സ്പ്രൗട്ട്സ് എമേർജ്ഡ് ഫ്രം ദ പീ സീഡ്. പീ സീഡ് പയർവിത്തിനകത്ത് നിന്ന് എന്ത് വരുന്നു? നമ്മുടെ എന്ത് നിരീക്ഷിക്കാൻ പറ്റും നമുക്ക്? 2 ദിവസങ്ങൾക്ക് ശേഷം പയർവിത്തിൽ നിന്നും മുള പുറത്തേക്ക് വന്നു. ആദ്യം വന്ന ഭാഗം താഴേക്കും പിന്നീട് വന്ന ഭാഗം മുകളിലേക്കും വളർന്നു. The part that came first down and the later part grew up. അനാലിസിസ് എന്താണ്? ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? The part that grows down becomes the root. അല്ലേ? താഴേക്ക് വളരുന്നത് റൂട്ടായി മാറും, വേരായി മാറും. The upper part becomes stem and leaf. അപ്പർ പാർട്ട്, മുകളിലേക്ക് പോകുന്നത് തണ്ടും ഇലയുമായിട്ട് മാറും. കൺക്ലൂഷൻ എന്താണ്? When the seed germinates, the first part that emerges becomes the root. ആദ്യം ഏത് പാർട്ടാണോ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്ന ഭാഗം becomes the root, അത് വേരായി മാറും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായി മാറും? വേരായി മാറും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എങ്ങോട്ടാണ് പോകുന്നത്? താഴേക്ക് പോകുമ്പോൾ അത് എന്തായി മാറും? വേരായി മാറും. പിന്നെ വരുന്നത് മുകളിലേക്ക്, അതാണ് പിന്നെ തണ്ടായും ഇലയായും ഒക്കെ മാറുന്നത്. ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ ഡേറ്റ് അടക്കം എഴുതണം. The seed type, the date of planting, the date of germination, the date of first sprout, ആദ്യമായിട്ട് മുള വന്ന ദിവസം, the date of 2 leaves appearing, പിന്നെ the changes in the plant in 7 days, height, thickness, number of leaves, the date of flowering, the date of fruit appearing. പ്രവർത്തന റിപ്പോർട്ട് കൂട്ടുകാർക്ക് തയ്യാറാക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പയർവിത്ത് മുളയ്ക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചു. ഹാവ് യു ഒബ്സർവ്ഡ് ദ ജെർമിനേഷൻ ഓഫ് പീ സീഡ്സ്? ഇലയാണോ വേരാണോ ആദ്യം മുളച്ച് വന്നത്? ഏതാണ്? വേരാണല്ലേ. അപ്പം ചെടികൾക്ക് വേരെന്തിനാണെന്ന് അറിയാമോ? വേര് സസ്യത്തെ എന്തിനാണ് സഹായിക്കുന്നത്? ഡു യു നോ വൈ പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ്? ഹൗ ഡസ് ദ റൂട്ട് ഹെൽപ്പ് ദ പ്ലാന്റ്? പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. പ്ലാന്റ്സ് വിത്തിൽ നിന്ന് മാത്രമല്ല പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, വിത്തിൽ നിന്ന് മാത്രമല്ല ചെടികൾ ഉണ്ടാവുന്നത്. വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളുണ്ട്. വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളാണ് ഏതൊക്കെ? പ്ലാന്റ്സ് ദാറ്റ് ജെർമിനേറ്റ് ഫ്രം സീഡ്സ്. പപ്പായയുടെ കുരു അല്ലേ, മുള്ളാത്ത, പേരയ്ക്ക, തണ്ണിമത്തൻ, ചക്ക, മാങ്ങ, ഇതൊക്കെ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികളാണ്. വേര് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഫ്രം റൂട്ട്സ്. നമ്മുടെ കറിവേപ്പില അല്ലേ, നമ്മൾ നിത്യവും കാണുന്ന നമ്മുടെ കറിവേപ്പില റൂട്ട് വേര് മുളച്ചുണ്ടാവുന്നതാണ്. അതുപോലെ നമ്മുടെ ശീമച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട്,
വേര് മുളച്ചുണ്ടാവുന്നതാണ്. അതുപോലെ കിഴങ്ങ് മുളച്ചുണ്ടാവുന്നത് ഏതൊക്കെയാണ്? കിഴങ്ങ് മുളച്ച് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഫ്രം ട്യൂബേഴ്സ്. കിഴങ്ങ് മുളച്ചുണ്ടാവുന്നത് ഏതൊക്കെയാണ് മക്കളെ? ലെസർ യാം, കിഴങ്ങ്. എലിഫൻ്റ് യാം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേമ്പ്. ടാരോ, അതെന്താണ്? ടാരോ, ചേന. അതുപോലെ തന്നെ പൊട്ടാറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ കിഴങ്ങ് മുളച്ച് ട്യൂബേഴ്സ് മുളച്ചുണ്ടാവുന്നതാണ്. ദീസ് ആർ പ്ലാന്റ്സ് ദാറ്റ് ജെർമിനേറ്റ്സ് ഫ്രം ട്യൂബേഴ്സ്. ഇനി തണ്ട് മുളച്ചുണ്ടാവുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. തണ്ട് മുളച്ച് നമ്മുടെ റോസ്, നമ്മുടെ തണ്ടല്ലേ കുഴിച്ചിടുന്നത്. പിന്നെ ഹിബിസ്കസ്, ചെമ്പരത്തി, ഇക്സോറ, നമ്മൾ ചെത്തി പറഞ്ഞത് അല്ലേ, ഇതൊക്കെ എന്താണ്? തണ്ട് മുളച്ചുണ്ടാവുന്നതാണ്. ഇനി ഇല മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് കൂട്ടുകാർ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ഫ്രം ലീവ്സ്. ഇലമുളച്ചി അല്ലേ, ഇലമുളച്ചി, കറ്റാർ വാഴ, ഇതൊക്കെ എന്താണ്? ഇല മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളാണ്. ആലോവേര, നമ്മുടെ കറ്റാർ വാഴ. ഇനി പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ്. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? വൈ ഡു പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ഡോണ്ട് ഓൾ പാർട്സ് മാറ്റർ? അടുത്ത ഒരു പരീക്ഷണമാണ്. ആവശ്യമുള്ള വസ്തുക്കൾ, മെറ്റീരിയൽസ് നീഡഡ്, മഷിത്തണ്ട് ചെടി, 3 ടെസ്റ്റ് ട്യൂബ്, വെള്ളം, ചുവന്ന മഷി. എന്തൊക്കെയാണ് വേണ്ടത്? പെപ്പറോമിയ പ്ലാന്റ്, 3 ടെസ്റ്റ് ട്യൂബ്, വാട്ടർ, റെഡ് ഇങ്ക്. ഇനി എന്താണ് പരീക്ഷണം? ടെസ്റ്റ് മെത്തേഡ്, പരീക്ഷണ രീതി. 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. 1ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. 2ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. 3ാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്താ ചെയ്യേണ്ടത്? ടേക്ക് 3 ടെസ്റ്റ് ട്യൂബ്സ്, പ്ലേസ് ദം ഓൺ ദ സ്റ്റാൻഡ്, ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ, ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് റെഡ് ഇങ്ക് വാട്ടർ, record the level of water, keep the third test tube without water. Take 3 peperomia plants of the same size with intact roots, keep them in the sun for 10 minutes and then drop them into the test tubes. Place the test tubes in a sunny location, observe the changes in the plants and the water in the test tube. ഇനി എന്തൊക്കെ നിരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും? 1ാമത്തെയും 2ാമത്തെയും ടെസ്റ്റ് ട്യൂബിലെ ജലം കുറഞ്ഞു. 2ാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിലേക്ക് ചുവപ്പ് നിറം കയറി. 3ാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോയി. ബിക്കോസ് ദർ ഇസ് നോ വാട്ടർ. ദ വാട്ടർ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഈസ് കുറഞ്ഞിട്ടുണ്ട്. ദ റെഡ് കളർ വെൻറ്റ് അപ്പ് ദ സ്റ്റം ഓഫ് ദ പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. ആ ചുവന്ന മഷി തണ്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ദ പ്ലാന്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിതേർഡ്. ഇനി വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? ചെടികളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമാണ്. സസ്യങ്ങളുടെ വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു അല്ലേ? സസ്യങ്ങളുടെ വേര് എന്താ ചെയ്യുന്നത്? മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചെടുത്ത ജലം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് തണ്ടാണ് അല്ലേ? വേരിന്ന് വലിച്ചെടുത്തത് തണ്ടിൽ കൂടെയാണ് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ജലം. വേര് വലിച്ചെടുത്ത ജലം തണ്ടിലൂടെ ഇലകളിലെത്തുന്നു. ഇത്രയും കാര്യമാണ്. പിന്നെന്താണ്? സസ്യങ്ങളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമുള്ളത് കൊണ്ടാണ് 3ാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോയത് അല്ലേ? വെള്ളമില്ലെങ്കിൽ ചെടികൾക്ക് വളരാൻ സാധിക്കില്ല എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. പ്ലാന്റ്സ് നീഡ് വാട്ടർ ഫോർ സർവൈവൽ. ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഡ്രോ വാട്ടർ ഫ്രം ദ സോയിൽ. ഡ്രോ വലിച്ചെടുക്കുക, അബ്സർബ് എന്നൊക്കെ പറയും. ദ ഡ്രോൺ വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബൈ ദ സ്റ്റം. ദ വാട്ടർ ഡ്രോൺ ബൈ ദ റൂട്ട് റീച്ചസ് ദ ലീവ്സ് through the stem. The plant in the third test tube withered because plants need water to survive. ഇലകളെ നമ്മൾ എന്താ പറയുന്നതെന്നറിയാവോ? സസ്യങ്ങളുടെ അടുക്കള എന്നാണ് പറയുന്നത് ഇലകളെ. ചെടികൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ദ ലീവ്സ് നോൺ ആസ് കിച്ചൺ ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ലീവ്സ്. പ്ലാന്റ്സ് എവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ലീവ്സിൽ വെച്ചിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്?
ഇലകളിൽ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. ദ റെസ്റ്റ് ഓഫ് ദ ഫുഡ്, ഇനി ബാക്കി വരുന്ന ഫുഡ് അവരെന്ത് ചെയ്യും? യെസ്, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അത് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ശേഖരിച്ച് വെക്കും. അതാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ അതർ ഓർഗാനിസംസ് ആസ് ഫുഡ്. മാച്ച് ദ ഫോളോയിങ്. യെസ്, ഇവിടെ നോക്കിക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. യു ഷുഡ് മാച്ച് ഇറ്റ്. ഇവിടെ ഒരെണ്ണം നമുക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ്? ഇതെന്നാ മക്കളെ? ദിസ് ഈസ് സ്റ്റം, അല്ലെങ്കിൽ എന്താ പറയാം, തണ്ട് അല്ലെ കാണ്ഡം. കാണ്ഡത്തിൻ്റെ നേരെയുള്ള വര എങ്ങോട്ടാണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? തണ്ട്, അല്ലേ? സ്റ്റം carries water and nutrients absorbed by the root to the leaves. ഓക്കെ, വാട്ടറും ന്യൂട്രിയൻസും, വെള്ളം മാത്രമല്ല പോഷകങ്ങളും റൂട്ടിലൂടെ അബ്സോർബ് ചെയ്യുന്നത് എങ്ങോട്ട്? ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? തണ്ടാണ്. ഇനി അടുത്ത പ്ലാൻ പാട്ട് നോക്കിക്കേ. വിച്ച് ഇസ് ദിസ്? യെസ്, ലീഫ്, അല്ലേ? ലീവ്സ്, ഇലകൾ എന്താ ചെയ്യുന്നത്? ഇലയ്ക്ക് പറ്റിയത് ഏതാണ്? ഇലകൾ എന്താ മക്കളെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നു. പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്, അല്ലേ? പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഇലയിൽ വെച്ചിട്ടാണ്. ഇനി ഇതെന്താണ്? വേരല്ലേ? റൂട്ട് എന്താ ചെയ്യുന്നത്? മണ്ണിൽ നിന്ന് സസ്യത്തിനാവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിനാവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ആരാണ്? വേര്, റൂട്ട്സ് ആണല്ലേ? അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. ഇനി അടുത്ത അവസാനത്തെ ആളാരാണ്? കഴിഞ്ഞു. ഓക്കെ, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നതും ആരാണ്? വേരാണ്, അല്ലേ? അപ്പോൾ രണ്ട് കാര്യമുണ്ട്. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നതും വേരാണ്. ഓക്കെ, ഇനി ഇലകളിലെ വൈവിധ്യം, വെറൈറ്റീസ് ഓഫ് ലീവ്സ് നോക്കിക്കേ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം തരത്തിലാണ് ഇലകളുള്ളത്. പനിക്കൂർക്കയൊക്കെ ഉണ്ട്, കറിവേപ്പിലയുണ്ട്, അല്ലേ? മാവിൻ്റെ ഇല, ഒരുപാട് പലതരത്തിലുള്ള ഇലകൾ നമുക്ക് കാണാൻ പറ്റും. ഇലയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്. ഒന്നാമത് നമുക്ക് നോക്കാം, തുമ്പയുടെ പ്രത്യേകത എന്താ? തുമ്പയുടെ ഷേപ്പ് എങ്ങനെയാണ്? തുമ്പയുടെ ഇല ലോങ് ആൻഡ് ടാപ്പറിങ്. തുമ്പയുടെ ഇല എങ്ങനെയാണ്? നീണ്ട് കൂർത്തിട്ടാണ്. മണമുണ്ടോ? യെസ്, തുമ്പയുടെ ഇലയ്ക്ക് മണമുണ്ട്. കളർ എന്താണ്? പച്ചയാണ്. ഇനി മാംഗോ, മാവിൻ്റെ ഇല എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിങ് ആണ്, നീണ്ടു കൂർത്തതാണ്, മണമുണ്ട്, അല്ലേ? മാവിൻ്റെ ഇലയ്ക്ക് മണമുണ്ട് നമുക്കറിയാം. നമ്മൾ പല്ലൊക്കെ തേക്കുമ്പോൾ ഒന്ന് മണത്തൊക്കെ നോക്കാറുണ്ട്. പിന്നെ പച്ച നിറമാണ്, ഗ്രീൻ ഇൻ കളർ. ഇനി മണി പ്ലാന്റിൻ്റെ ഷേപ്പ് എന്താണ്? വട്ടത്തിൽ പരന്നിട്ടാണ്, കോർഡേറ്റ്. മണി പ്ലാന്റിന് മണമില്ല കേട്ടോ. പിന്നെ കളർ ഏതൊക്കെയാണ്? വൈറ്റ് ആൻഡ് ഗ്രീൻ. ഇനി ആലുവേരയോ? കറ്റാർ വാഴ, അരികുകളുള്ള ത്രികോണാകൃതി, അല്ലേ? കറ്റാർ വാഴ ട്രയാങ്കുലർ വിത്ത് സെറേറ്റഡ് എഡ്ജസ്, അരികുകളുള്ള ത്രികോണാകൃതി. ഇനി കറ്റാർ വാഴയ്ക്കും മണമൊന്നുമില്ല കേട്ടോ, പച്ച നിറമാണ്. ഓർക്കിഡ് ആണെങ്കിലോ? എൻസിഫോം, നീണ്ടു കൂർത്തതാണ് എൻസിഫോം. ഓർക്കിഡിന് മണമില്ല, പക്ഷേ കളർ പച്ചയാണ്. ഹൗ ഡു ലീവ്സ് ഡിഫർ ഇൻ പ്ലാന്റ്സ്? ഇലകളിലെ വ്യത്യാസം ഏതൊക്കെയാണ്? ഇലകളിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസമുള്ളത്? ആകൃതിയിൽ വ്യത്യാസമുണ്ട്, മണത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഷേപ്പ്, സ്മെൽ ആൻഡ് കളർ. ഇനി നമുക്ക് പൂക്കളിലെ വൈവിധ്യം നോക്കാം. വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്. നോക്കിക്കേ, മനോഹരമായിട്ടുള്ള പൂക്കൾ. വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്. പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഹു ആർ ബെനിഫിറ്റഡ്? നമ്മൾ എന്ത് ചെയ്യുന്നു? പൂവിൽ നിന്നാണ് തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നത്. ദ ബീ ഗെറ്റ്സ് ഹണി ഫ്രം ഫ്ലവേഴ്സ്. ഇനി ചില പൂക്കളാണ് വിത്തായി മാറുന്നത്. സം ഫ്ലവേഴ്സ് ടേൺ ഇൻ ടു സീഡ്സ്. പൂക്കളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നുണ്ട്. ന്യൂ പ്ലാന്റ്സ് അറൈസസ് ഫ്രം ദ ഫ്ലവേഴ്സ്. പൂക്കളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പൂക്കൾ അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ആർ ഡെക്കറേറ്റീവ്. ഫ്ലവേഴ്സ് ആർ ഡെക്കറേറ്റീവ്. ദെൻ സ്പ്രെഡ്സ് ഫ്രേഗ്രൻസ്. വിവിധ തരം പെർഫ്യൂമുകൾ നിർമ്മിക്കാൻ നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്.
പിന്നെ മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഫ്യൂംസ് അല്ലേ, ഒരുപാട് തരത്തിലുള്ള പെർഫ്യൂംസ്, നല്ല നല്ല മണമുള്ള പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടി പൂക്കൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മരുന്നിനായിട്ട് പൂക്കൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മരുന്ന്, സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഡിസിൻ. പിന്നെ ഭക്ഷണമായിട്ടും ചില പൂക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. മുരിങ്ങയുടെ ഒക്കെ പൂക്കൾ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്, യൂസ്ഡ് ഫോർ ഫുഡ്. ഇനി ഏതൊക്കെയാണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്, പൂക്കാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഫേൺസ്. ഫേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പന്നലുകൾ. ഇത് കണ്ടോ, ഇതാണ് ഫേൺസ്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മൾ നോക്കുന്നത്, പൂക്കാത്ത സസ്യങ്ങൾ. പിന്നെ ലിവർവേർഡ്സ്, പിന്നെ മോസസ്. മോസസ് എന്ന് പറഞ്ഞാൽ പായലുകൾ കേട്ടോ. പിന്നെ ക്ലബ് മോസസ്, ഹോൺ വോട്ട്സ്, വിസ്ക് ഫേൺസ്. ക്ലബ് മോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹോഴ്സ് ടെയിൽസ്, കോണിഫറുകൾ അല്ലേ, സൈക്കാഡുകൾ, ജിങ്കോ, ഇതൊക്കെ എന്താണ്? പൂക്കാത്ത സസ്യങ്ങളാണ്, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. കള്ളിമുൾച്ചെടി. ഇനി നമുക്ക് കള്ളിമുൾച്ചെടി എന്ന് കാണാം. കാക്ടസ് പ്ലാന്റ് നോക്കിക്കേ, കാക്ടസ് പ്ലാന്റ് പ്രധാനമായിട്ട് ഇത് എവിടെയാണ് കാണുന്നത് മക്കളെ? കാക്ടസ് പ്ലാന്റ് മരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യമാണ് കള്ളിച്ചെടി, കള്ളിമുൾച്ചെടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാക്ടസ് ആർ പ്ലാന്റ്സ് ഫൗണ്ട് മെയിൻലി ഇൻ ഡെസേർട്സ്. They have the unique characteristic of being able to survive without water for long periods of time by collecting available water in their stems. അതായത് കാണ്ഡത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഏറെക്കാലം ജലമില്ലാതെ ജീവിക്കാൻ കഴിയും. ആർക്ക്? കള്ളിമുൾച്ചെടിക്ക്. ഏറെക്കാലം ജലമില്ലാതെ ജീവിക്കാൻ ആർക്ക് കഴിയും? കള്ളിമുൾച്ചെടിക്ക് കഴിയും. അതായത് കള്ളിമുൾച്ചെടികൾ എന്ത് ചെയ്യുന്നറിയോ? ആ ലഭ്യമാകുന്ന ജലം, അവർക്ക് കിട്ടുന്ന ജലം കാണ്ഡത്തിൽ ശേഖരിച്ച് വെക്കും. എന്നിട്ട് കുറേ കാലം അവർക്ക് വെള്ളമില്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ആർക്കുണ്ട്? കള്ളിമുൾച്ചെടി, കാക്ടസ് പ്ലാന്റിനുണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജനങ്ങളല്ലേ? സസ്യഭാഗങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. പ്ലാന്റ് പാർട്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. വ്യത്യസ്തമാർന്ന ജീവികളുടെ വാസസ്ഥലമാണ് സസ്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ ഇനി അടുത്ത പാഠത്തിൽ നിങ്ങൾ പഠിക്കും ബട്ടർഫ്ലൈ മുട്ടയിടുന്നതൊക്കെ ഇലയുടെ അടിയിലാണ് അല്ലേ. വ്യത്യസ്തമാർന്ന ജീവികളുടെ വാസസ്ഥലമാണ് സസ്യങ്ങൾ. പ്ലാന്റ്സ് ആർ ഹോം ടു വെറൈറ്റി ഓഫ് ഓർഗാനിസംസ്. ഇനി തണൽ നൽകുന്നത് സസ്യങ്ങളല്ലേ. നമ്മൾ ക്ഷീണിച്ച് ആൽമരച്ചോട്ടിലൊക്കെ ഇരിക്കാറില്ലേ, അപ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു സുഖം അല്ലേ. തണൽ നൽകുന്നത് സസ്യങ്ങളാണ്. ഷെയ്ഡ് ഈസ് പ്രൊവൈഡഡ് ബൈ പ്ലാന്റ്സ്. ഇനി ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നത് ആരാ മക്കളെ? സസ്യങ്ങളാണ്. പ്ലാന്റ്സ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ എക്സിസ്റ്റൻസ്. പ്ലാന്റ്സ് മേക്ക് ദ എർത്ത് ഗ്രീൻ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ദ ഗ്രീൻ എർത്ത്. പിന്നെ നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നത്, ഓക്സിജൻ പുറത്തേക്ക് വിടുക, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വലിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് ആരാണ്? ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലാന്റ്സ് ആണ്. ഹെൽപ്സ് ടു ഗെറ്റ് പ്യുവർ എയർ. പല സസ്യഭാഗങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെനി പ്ലാന്റ് പാർട്സ് ആർ യൂസ്ഡ് മെഡിസിനലി അല്ലേ. നമ്മുടെ റിസർപ്പൈൻ ഒക്കെ ഒരുപാട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചില പ്ലാന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓക്കെ. പിന്നെ മെനി പ്ലാന്റ് പാർട്സ് ആർ യൂസ്ഡ് മെഡിസിനലി നമ്മൾ പറഞ്ഞു. ഇനി മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. ഈ പ്ലാന്റ്സിൻ്റെ വേരുകളില്ലേ, സസ്യത്തിൻ്റെ വേരുകൾ, ആ റൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? മണ്ണൊലിച്ചു പോകാതെ തടയുന്നത്. ഹെൽപ്സ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഓക്കെ, ഇനി കൂട്ടുകാർ പറ, താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും. ഇതേതാ മക്കളെ? ആദ്യം കാണുന്നത് തുമ്പയാണേ. തുമ്പ. അപ്പോൾ തുമ്പയുടെ പ്രത്യേകത എന്താ? ഔഷധികൾ എന്ന വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് തുമ്പ. പ്രത്യേകതകൾ: ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂവുള്ള സസ്യം. ഏതാ കളറ്? വെള്ള. കാഠിന്യം കുറഞ്ഞ തണ്ടുകൾ, കുറഞ്ഞ കാലം നിലനിൽക്കുന്നവ. അപ്പോൾ ഇത് ഏതിൽ പെടും? യെസ്, ഔഷധികൾ, നമ്മുടെ ഹെർബ്സിൽ പെടുന്നതാണ് തുമ്പ. ഇനി അടുത്ത ചെടി ഏതാണ്? റോസ്. റോസിൻ്റെ പ്രത്യേകത എന്താണ്? കുറ്റിച്ചെടികളുടെ കൂട്ടത്തിലാണ് റോസ് ഉൾപ്പെടുന്നത്. കുറ്റിച്ചെടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷ്രബ്സ്. പ്രത്യേകതകൾ: കാഠിന്യമുള്ള തണ്ടുകൾ, പല നിറത്തിലുള്ള പൂക്കൾ അല്ലേ. റോസ് പല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ കാലം നിലനിൽക്കുന്നു, അതാണ് റോസ്. ഇനി അടുത്തത് കാണുന്നത് എന്താണ്? തെങ്ങ്. തെങ്ങ് ഏത് വിഭാഗത്തിൽ പെടും? ട്രീസ്. മരങ്ങളുടെ കൂട്ടത്തിലാണ് തെങ്ങ് ഉൾപ്പെടുന്നത്. പ്രത്യേകതകൾ എന്താ? വളരെ കാഠിന്യമുള്ള തടി, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്നു,
ഉയരത്തിൽ വളരുന്ന സസ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഇനി പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. അത് ചെമ്പരത്തി, പിന്നെ എന്താണ് താമര, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ ചോദ്യം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. I think all of you liked this video. All of you please like, share and subscribe our channel. Thank you all. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.